മാർച്ച് 10 മുതൽ മാർച്ച് 20 വരെ നടന്ന പ്രധാന കറണ്ട് അഫയർ ചോദ്യങ്ങളാണ് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്യുന്നത്. ഒന്നാമത്തെ ചോദ്യം, നേപ്പാളിന്റെ പുതിയ പ്രധാനമന്ത്രി ആര്? ബാലേന്ദ്ര ഷാ ആണ് നേപ്പാളിന്റെ പ്രധാനമന്ത്രി. ബാലേന്ദ്ര ഷാ. ലോകസഭാ അവകാശ ലംഘന സമിതിയുടെ അധ്യക്ഷൻ ആരാണ്? ഉത്തരം രവിശങ്കർ പ്രസാദാണ്. രവിശങ്കർ പ്രസാദാണ് ലോകസഭ അവകാശ ലംഘന സമിതിയുടെ അധ്യക്ഷൻ. ഗുരുവായൂർ ദേവസ്വം ബോർഡ് ചെയർമാൻ ആരാണ്? ഗുരുവായൂർ ദേവസ്വം ബോർഡ് ചെയർമാൻ ആരാണ്? AV ഗോപിനാഥാണ് ഗുരുവായൂർ ദേവസ്വം ബോർഡ് ചെയർമാൻ. AV ഗോപിനാഥ്. കേരള സ്പോർട്സ് കൗൺസിൽ പ്രസിഡന്റായി നിയമിതനായത് ആരാണ്? VP സാനു. സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ആരാണ്? സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷണർ? ഉത്തരം KG സനൽകുമാർ. KG സനൽകുമാർ ആണ് സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷണർ. കേരള മൃഗസംരക്ഷണ വകുപ്പ് ഡയറക്ടറായി നിയമിതയായത് ആരാണ്? ഡോക്ടർ K സിന്ധു ആണ്. ആദിവാസി വിഭാഗത്തിൽ നിന്നുള്ള ആദ്യ വ്യക്തിയാണ് കേരള മൃഗസംരക്ഷണ വകുപ്പ് ഡയറക്ടർ ആവുന്നത്. K സിന്ധു ആണത്. ഡൽഹി ലഫ്റ്റനന്റ് ഗവർണർ ആരാണ്? ഡൽഹി ലഫ്റ്റനന്റ് ഗവർണർ ആരാണ്? തരംജിത്ത് സിംഗ് സന്ധു. തരംജിത്ത് സിംഗ് സന്ധുവാണ് ഡൽഹി ലഫ്റ്റനന്റ് ഗവർണർ. വിക്രം സാരാഭായ് വിജ്ഞാന പുരസ്കാരം 2026 ലഭിച്ചത് ആർക്കാണ്? രാകേഷ് ശർമ്മ. രാകേഷ് ശർമ്മയ്ക്കാണ് വിക്രം സാരാഭായ് വിജ്ഞാന പുരസ്കാരം 2026 നേടിയത്. BCCI ആജീവനാന്തര പുരസ്കാരം ലഭിച്ചവരിൽ ഒരാൾ ആരാണ്? ഉത്തരം രാഹുൽ ദ്രാവിഡ് ആണ്. മിതാലി രാജ്, റോജർ ബെന്നി എന്നിവരും അക്കൂട്ടത്തിലുണ്ട്. BCCI അവാർഡ് നേടിയ വനിതാ താരം ആരാണ്? നമ്മളിപ്പോൾ പറഞ്ഞല്ലോ, ആരാണത്? മിതാലി രാജ് ആണ്. രാഹുൽ ദ്രാവിഡ്, മിതാലി രാജ്, റോജർ ബെന്നി എന്നിവർക്ക് BCCI ആജീവനാന്തര പുരസ്കാരം നേടി. 60ാമത് ജ്ഞാനപീഠ പുരസ്കാര ജേതാവ് ആരാണ്? R വൈരമുത്തു ആണ് 60ാമത് ജ്ഞാനപീഠ പുരസ്കാരം നേടിയത്. വൈരമുത്തു തമിഴ് കവിയും ഗാനരചയിതാവുമാണ്. 2025 കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് നേടിയ മലയാളി ആരാണ്? N പ്രഭാകരനാണ്. N പ്രഭാകരനാണ് 2025 കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് നേടിയത്. മായാമനുഷ്യൻ എന്ന കൃതിയുടെ രചയിതാവ് ആരാണ്? മായാമനുഷ്യൻ എന്ന കൃതിയുടെ രചയിതാവ്? N പ്രഭാകരൻ. N പ്രഭാകരന്റെ കൃതിയാണ് മായാമനുഷ്യൻ. 98ാമത് ഓസ്കാറിൽ മികച്ച ചിത്രമായത് ഏത് ചിത്രമാണ്? 98ാമത് ഓസ്കാർ നേടിയ ചിത്രം വൺ ബാറ്റിൽ ആഫ്റ്റർ അനദർ ആണ്. വൺ ബാറ്റിൽ ആഫ്റ്റർ അനദർ. 98ാമത് ഓസ്കാറിൽ മികച്ച നടൻ ആരാണ്? മൈക്കിൾ ബി ജോർദാൻ ആണ്. ഓസ്കാർ നേടിയത് മൈക്കിൾ ബി ജോർദാൻ. മികച്ച നടി ആരാണ്? 2026 ഓസ്കാറിൽ മികച്ച നടി ആരാണ്? ഓപ്ഷൻ ബി ജെസ്സി ബക്ലിയാണ്. ജെസ്സി ബക്ലിയാണ് മികച്ച നടിയായത്. ഡോക്ടർ BR അംബേദ്കർ ഇന്റർനാഷണൽ അക്കാദമിക് ചെയർ ആരംഭിക്കുന്ന സ്ഥലം എവിടെയാണ്? കൊട്ടാരക്കര കില IHRD ക്യാമ്പസ്. കേരളത്തിലെ ആദ്യ ഇരുനില പാലം ഏതാണ്? പടഹാരം പാലമാണ് കേരളത്തിലെ ആദ്യ ഇരുനില പാലം. എവിടെയാണ് അത് സ്ഥിതി ചെയ്യുന്നത്? അത് കോഴിക്കോട് ജില്ലയിലാണ്. കഴുകന്മാരുടെ കണക്കെടുപ്പ് നടന്നത് എവിടെയാണ്? നീലഗിരി ബയോസ്ഫിയർ റിസർവിലാണ്. കേരളം, തമിഴ്നാട്, കർണാടക എന്നീ 3 സംസ്ഥാനങ്ങളിലെ നിന്നാണ് കഴുകന്മാരുടെ കണക്കെടുപ്പ് നടത്തിയത്. S
400 ഏത് ഓപ്പറേഷനുമായി ബന്ധപ്പെട്ടതാണ്? ഏത് ഓപ്പറേഷനാണ്? ഓപ്പറേഷൻ സിന്ധു. ഓപ്പറേഷൻ സിന്ധു എന്താണ്? പാക് ആക്രമണങ്ങളെ പ്രതിരോധിക്കാനായി ഇന്ത്യ സ്വീകരിച്ച നടപടികളാണ് ഓപ്പറേഷൻ സിന്ധുവിൽ. 2026 ഇന്ത്യയും ഫിൻലാൻഡും തമ്മിൽ ഒപ്പുവെച്ച ധാരണാപത്രം ഏതു മേഖലയുമായി ബന്ധപ്പെട്ടതാണ്? മൈക്രോചിപ്പ് ഡിസൈനുമായിട്ടാണ് ഇന്ത്യയും ഫിൻലാൻഡും തമ്മിൽ ധാരണയിൽ ഒപ്പുവെച്ചത്. ബ്രഹ്മപുത്ര നദിയുടെ പ്രത്യേകത എന്താണ്? കണ്ടെയ്നർ ഹൗസുകൾ എത്തിക്കുന്ന ജലപാത എവിടെയാണുള്ളത്? ബ്രഹ്മപുത്രയിലാണ്. ഇന്ത്യയിൽ ആദ്യമായി ഉൾനാടൻ ജലപാതയിലൂടെ കണ്ടെയ്നർ ഹൗസുകൾ എത്തിച്ച നദിയാണ് ബ്രഹ്മപുത്ര. ട്രാൻസ് ഗ്രിഡ് 2.0 പദ്ധതി ഏത് മേഖലയുമായി ബന്ധപ്പെട്ടതാണ്? ട്രാൻസ് ഗ്രിഡ് 2.0 പദ്ധതി വൈദ്യുതിയുമായി ബന്ധപ്പെട്ടതാണ്. 24 മണിക്കൂറും ഗുണനിലവാരമുള്ള വൈദ്യുതി നൽകാനും പ്രസരണ തടസ്സം ഒഴിവാക്കാനുമായി വന്നതാണ് ട്രാൻസ് ഗ്രിഡ് 2.0. AI വാച്ച സംരംഭം ആരംഭിച്ച സംസ്ഥാനം ഏതാണ്? അത് ഗുജറാത്ത് ആണ്. കേരളത്തിലെ ആദ്യ റൂറൽ ജില്ലാ ജയിൽ എവിടെയാണ് കേരളത്തിലെ ആദ്യ റൂറൽ ജില്ലാ ജയിൽ? വടകരയിലാണ് കേരളത്തിലെ ആദ്യ റൂറൽ ജില്ലാ ജയിൽ. വടകര കോഴിക്കോടിലാണ്. മറൈൻ എക്കോ സിറ്റി എവിടെയാണ്? കൊച്ചിയിലാണ് മറൈൻ എക്കോ സിറ്റി നിലവിൽ വന്നത്. 2027 സെൻസസിന്റെ മാസ്കോട്ടുകൾ എന്തെല്ലാമാണ്? 2027 സെൻസസ് മാസ്കോട്ടുകൾ എന്താണ്? പ്രഗതി, വികാസ് എന്നിവയാണ്. പ്രഗതി എന്ന സ്ത്രീ എന്നും വികാസ് എന്ന പുരുഷൻ എന്നുമാണ്. 2026 മാർച്ചിൽ ഇന്ത്യയിൽ നിഷ്ക്രിയ ദയാവധം പാസീവ് യുതനാസിയ അനുവദിച്ച സുപ്രീം കോടതി വിധി ആരുടെ അപേക്ഷയുമായി ബന്ധപ്പെട്ടതാണ്? ആരുടേതാണ്? അത് ഉത്തർപ്രദേശ് സ്വദേശിയായ ഹരീഷ് റാണയുടേതാണ്. നിഷ്ക്രിയ ദയാവധം ഹരീഷ് റാണ. പ്രൊജക്ട് ഗംഗ ആരംഭിച്ച സംസ്ഥാനം ഏതാണ്? ഉത്തർപ്രദേശാണ്. ഗ്രാമങ്ങളിലെ 20 ലക്ഷം വീടുകളിൽ ഹൈസ്പീഡ് ഇന്റർനെറ്റ് എത്തിക്കാനുള്ള പദ്ധതിയായിരുന്നു പ്രൊജക്ട് ഗംഗ. കരിയറിൽ 900 ഗോളുകൾ നേടിയ താരം ആരാണ്? ലയണൽ മെസ്സിയാണ് കരിയറിൽ 900 ഗോളുകൾ നേടിയത്. ക്യാൻസർ കണ്ടെത്തുന്നതിനായി പരിശീലനം ലഭിച്ച കേരള പോലീസ് നായയുടെ പേര് എന്താണ്? ക്യാൻസർ കണ്ടെത്താനായിട്ട് ലേഖ എന്ന നായയാണ് ക്യാൻസർ കണ്ടെത്താനായി പരിശീലനം നൽകിയത്. ഏഷ്യയിലെ ഏറ്റവും വലിയ ടുലിപ്പ് ഗാർഡൻ സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ഏഷ്യയിലെ ഏറ്റവും വലിയ ടുലിപ്പ് ഗാർഡൻ സ്ഥിതി ചെയ്യുന്നത്? അത് ശ്രീനഗറിലാണ്. ശ്രീനഗറിലെ ടുലിപ്പ് പുഷ്പോത്സവം ഉദ്ഘാടനം ചെയ്തത് ആരാണ് ഉദ്ഘാടനം ചെയ്തത്? ജമ്മു കാശ്മീരിലെ മുൻ മുഖ്യമന്ത്രിയായ ഒമർ അബ്ദുള്ളയാണ് ഉദ്ഘാടനം ചെയ്തത്. കേരളത്തിലെ ആദ്യത്തെ NVIDIA AI ഫാക്ടറി പ്രവർത്തന സജ്ജമായത് എവിടെയാണ്? കാക്കനാട് സ്മാർട്ട് സിറ്റിയിൽ. NVIDIA എന്നത് ലോകത്തെ ഏറ്റവും പ്രശസ്തമായ AI ചിപ്പ് നിർമ്മാണ കമ്പനിയാണ്. വളർത്തുമൃഗങ്ങൾ വാങ്ങാനും വിൽക്കാനുമായി ആരംഭിച്ച ഓൺലൈൻ പ്ലാറ്റ്ഫോം ഏതാണ്? അത് ലാപ്ടോപ്പ്. ഇടനിലക്കാരില്ലാതെ വളർത്തുമൃഗങ്ങളെ വാങ്ങാനും വിൽക്കാനുമുള്ള പ്ലാറ്റ്ഫോമാണ് ഇത്. LSS USS സ്കോളർഷിപ്പ് പരീക്ഷകളുടെ പുതിയ പേര് എന്താണ്? LSS USS സ്കോളർഷിപ്പ് പരീക്ഷകളുടെ പുതിയ പേര് CM കിഡ്സ് സ്കോളർഷിപ്പ് എന്നാണ്. ആറാമത് അക്ഷര പുരസ്കാരം ലഭിച്ചത് ആർക്കാണ്? ഉത്തരം UK കുമാരൻ. ഓപ്ഷൻ ബി UK കുമാരനാണ്. കറൻസി നോട്ടുകളിൽ വ്യക്തികളുടെ ചിത്രങ്ങൾ ഒഴിവാക്കാൻ തീരുമാനിച്ച രാജ്യം ഏതാണ്?
കറൻസി നോട്ടുകളിൽ വ്യക്തികളുടെ ചിത്രങ്ങൾ ഒഴിവാക്കാൻ തീരുമാനിച്ചു രാജ്യം ഏതാണ്? അത് ബ്രിട്ടനാണ്. വ്യക്തികളുടെ ചിത്രങ്ങൾ ഒഴിവാക്കി മൃഗങ്ങളുടെയും പ്രകൃതിയുടെയും ചിത്രങ്ങൾ ഉൾപ്പെടുത്തുന്നു. പിങ്ക് മൊബിലിറ്റി പദ്ധതിക്ക് കേരള MVDയുമായി സഹകരിക്കുന്ന പ്ലാറ്റ്ഫോം ഏതാണ്? പിങ്ക് മൊബിലിറ്റിക്ക് സഹകരിക്കുന്ന പ്ലാറ്റ്ഫോം ഏതെല്ലാമാണ്? MVDയോടൊപ്പം റാപ്പിഡോ ആണ്. 2026 കുമാരനാശാൻ ദേശീയ കവി പുരസ്കാരം ലഭിച്ചത് ആർക്കാണ്? 2026 കുമാരനാശാൻ ദേശീയ കവി പുരസ്കാരം ലഭിച്ചത് ആരാണ്? സീതാകാന്ത മഹാപാത്രയ്ക്കാണ് കുമാരനാശാൻ ദേശീയ കവി പുരസ്കാരം ലഭിച്ചത്. ഗിന്നസ് റെക്കോർഡ് നേടിയ ലാവണി നൃത്തരൂപം ഏത് സംസ്ഥാനത്തിൻ്റെതാണ്? മഹാരാഷ്ട്ര. ലാവണി നൃത്തരൂപം ഉള്ളത് മഹാരാഷ്ട്രയിൽ ആണ്. ബ്രഹ്മോസ് മിസൈൽ ഇന്ത്യയിൽ നിന്ന് വാങ്ങാനായി കരാർ ഒപ്പിട്ട രാജ്യം ഏതാണ്? ഏത് രാജ്യമാണ് ബ്രഹ്മോസ് മിസൈൽ ഇന്ത്യയിൽ നിന്ന് വാങ്ങാനായി കരാർ ഒപ്പിട്ടത്? ഇന്തോനേഷ്യയാണ്. ബ്രഹ്മോസ് മിസൈൽ ഉണ്ടാക്കിയത് ഇന്ത്യ, റഷ്യ സംയുക്തമായിട്ടാണ്. 2027 ഇന്ത്യയിൽ നടത്താനിരിക്കുന്ന സെൻസസ് ഏതാണ്? എത്രാമത്തേതാണ് 2027 സെൻസസ്? 16ാമത്തെ സെൻസസ് ആണ്. 16ാമത് സെൻസസ് ആണ്. ഇറാന്റെ പുതിയ പരമോന്നത നേതാവായി തിരഞ്ഞെടുക്കപ്പെട്ടത് ആരാണ്? ഇറാന്റെ പുതിയ പരമോന്നത നേതാവായി തിരഞ്ഞെടുക്കപ്പെട്ടത് ആരാണ്? മുസ്താഫ ഖമേനിയാണ്. മുൻ നേതാവായ അലി ഖമേനിയുടെ മരണശേഷമാണ് മകനായ ഇദ്ദേഹം അധികാരത്തിൽ എത്തുന്നത്. കേരളത്തിലെ ആദ്യത്തെ എയർപോർട്ട് ഹോസ്പിറ്റൽ നിലവിൽ വന്നത് എവിടെയാണ്? തിരുവനന്തപുരം. കേരളത്തിലെ ആദ്യ എയർപോർട്ട് ഹോസ്പിറ്റൽ നിലവിൽ വന്നത് എവിടെയാണ്? തിരുവനന്തപുരം. സിബോക്ക് റാംപോ റെയിൽവേ ഏത് രണ്ട് സംസ്ഥാനങ്ങൾ തമ്മിലാണ് ബന്ധിപ്പിക്കുന്നത്? സിബോക്ക് റാംപോ റെയിൽവേ ഏത് രണ്ട് സംസ്ഥാനങ്ങളെ ബന്ധിപ്പിക്കുന്നു? ഉത്തരം സിക്കിം, പശ്ചിമ ബംഗാൾ. സിക്കിമിനെയും പശ്ചിമ ബംഗാളിനെയും ബന്ധിപ്പിക്കുന്നു. ചൊവ്വയിലെ സാഹചര്യങ്ങൾ പഠിക്കാൻ നാസ ഉപയോഗിക്കുന്ന ഡെവോൺ ദ്വീപ് എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? ഉത്തരം ഓപ്ഷൻ ബി, കാനഡയിലാണ് ഡെവോൺ ദ്വീപ്. BCCI ആജീവനാന്തര പുരസ്കാരം നേടിയവരിൽ ഒരാൾ ഇതിൽ ആരാണ്? രാഹുൽ ദ്രാവിഡാണ്. മറ്റുള്ളവർ ആരൊക്കെയാണ്? മിതാലി രാജ്, റോജർ ബിന്നി എന്നിവരാണ്. SBI ലൈഫ് ഇൻഷുറൻസ് കമ്പനിയുടെ ബ്രാൻഡ് അംബാസിഡറായി തിരഞ്ഞെടുക്കപ്പെട്ടവർ ആരെല്ലാമാണ്? ഋഷഭ് പന്തും രവീന്ദ്ര ജഡേജയും. പ്രഥമ ഖേലോ ഇന്ത്യ ട്രൈബൽ ഗെയിംസിന് വേദിയാകുന്ന സംസ്ഥാനം ഏതാണ്? ഉത്തരം ഛത്തീസ്ഗഡ്. ഓപ്ഷൻ ബി, ഛത്തീസ്ഗഡ് ആണ്. ഹോർമുസ് കടലിടുക്കിൽ ഇന്ത്യ വിന്യസിച്ച കപ്പലുകൾ ഏതെല്ലാമാണ്? ഹോർമുസ് കടലിടുക്കിലുള്ള ഇന്ത്യയുടെ കപ്പലുകൾ? ഓപ്ഷൻ ബി ആണ്, സിവാലിക്കും നന്ദയുമാണ്. നന്ദ എന്നിവയാണ്. നീതി ആയോഗിന്റെ ഫിസിക്കൽ ഹെൽത്ത് ഇൻഡെക്സ് ഒന്നാമത് സ്ഥാനം നേടിയ സംസ്ഥാനം ഏതാണ്? ഒന്നാമത്തെ സ്ഥാനം നേടിയത് ഒഡീഷയാണ്. വാട്ടർഗേറ്റ് വിവാദത്തിൽ രഹസ്യ റെക്കോർഡിംഗ് സംവിധാനം വെളിപ്പെടുത്തിയത് ആരായിരുന്നു? അലക്സാണ്ടർ ബട്ടർഫീൽഡ് ഏതുമായി ബന്ധപ്പെടുന്നു? വാട്ടർഗേറ്റ് വിവാദം. നോർക്ക കെയർ പ്ലസ് പദ്ധതി എന്തുമായി ബന്ധപ്പെട്ടതാണ്? അത് പ്രവാസികളുടെ ഇൻഷുറൻസുമായി ബന്ധപ്പെടുന്നതാണ് നോർക്ക കെയർ പ്ലസ് പദ്ധതി. തമ്പുരാട്ടിപ്പാറ എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്?
അത് കിളിമാനൂരിലാണ്. കിളിമാനൂർ എവിടെയാണ്? കിളിമാനൂർ തിരുവനന്തപുരത്താണ്. ഓപ്പറേഷൻ സിന്ധു എന്തുമായിട്ട് ബന്ധപ്പെട്ടതാണ്? ഓപ്പറേഷൻ സിന്ധു എന്തുമായി ബന്ധപ്പെട്ടതാണ്? പാക് ആക്രമണങ്ങളെ പ്രതിരോധിക്കാനായി ഇന്ത്യ സ്വീകരിച്ച പ്രതിരോധ നടപടികളാണ് ഓപ്പറേഷൻ സിന്ധു. നീതി ആയോഗ് പുറത്തിറക്കിയ ഡിജിറ്റൽ ഹെൽത്ത് ഇൻഡെക്സിൽ കേരളത്തിന്റെ സ്ഥാനം എത്രയാണ്? 15 ആണ് കേരളത്തിന്റെ സ്ഥാനം. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ.